ഈ ഓരോന്ന് പറഞ്ഞ് ഈ നാട്ടുകാരെ മുഴുവൻ പേടിപ്പിക്കുന്നത് ആരാണ്? ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സാണ്. ഞാൻ ചില വീഡിയോ ഒക്കെ കണ്ടു, നാളെ ഈ ആഴ്ച പെട്രോൾ തീർന്നു, പിന്നെ ഇൻ്റർനെറ്റ് ഏതോ പൈപ്പിൽ കൂടെ വരുന്നു, ആ പൈപ്പൊക്കെ അവർ കട്ട് ചെയ്യും, പിന്നെ കറണ്ടൊന്നും ഉണ്ടാവില്ല, എല്ലാവരും റെഡി ആയിട്ടിരുന്നോ, അടുത്ത ആഴ്ച ഈ ആഴ്ച ലോക്ക്ഡൗൺ, അത് എന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോസ് കണ്ടു. പിന്നെ നമ്മുടെ മോദിജി വന്നിട്ട് കോവിഡ് പോലെ റെഡിയായി ഇരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ പണ്ടാരം ലോക്ക്ഡൗൺ വരുമോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ ആൾക്കാർ പേടിച്ചു. അപ്പോൾ മൊത്തത്തിൽ ഒരു പാനിക് സിറ്റുവേഷനാണ്. അപ്പോൾ എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഞാൻ എൻ്റെ നാട്ടിൽ പെട്രോൾ അടിക്കാൻ ഇന്നലെ പോയി. സാധാരണ ഒരു 3-4 പേരുണ്ടാവും പെട്രോൾ പമ്പിൽ. ഇന്നലെ പോകണു, അവിടെ ആരുമില്ല, അവിടെ ഈച്ചയായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. പെട്രോൾ അടിച്ച് വീട്ടിലെത്തി ഇൻസ്റ്റഗ്രാം ഒന്ന് തുറന്നതാണ് അടി, പെട്രോളിന് വേണ്ടി അടി. ഹൈദരാബാദിലൊക്കെ ക്യൂ കാരണം പെട്രോൾ പമ്പിൽ പേടിയാവും അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ. പിന്നെ ഗുജറാത്തിൽ ആണെങ്കിൽ പെട്രോൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് വേറെ പ്രശ്നം. അങ്ങനെ മൊത്തത്തിൽ ഒരു വൻ സീൻ. ഇത് പെട്രോളൊക്കെ തീരുമോ പണ്ടാരം എന്നുള്ള ചിന്തയായി എനിക്ക്. കാരണം അങ്ങനെയാണ് ഈ വീഡിയോസിലൊക്കെ വരുന്നത്. അപ്പോൾ ഒന്നുമില്ലാണ്ട് വീഡിയോസ് കാണില്ലല്ലോ. പിന്നെ ഈ റിഫൈനറിയൊക്കെ ഉള്ളത് ഗുജറാത്തിലാണ്. അപ്പം നമുക്കറിയാത്ത എന്തെങ്കിലും അവർക്ക് അറിഞ്ഞിട്ടായിരിക്കും ഒരു പകരം ചെയ്യുക എന്നുള്ള ചിന്തയായി എനിക്ക്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ 2-3 കാര്യം പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ട്. അത് പെട്രോൾ തീരുമോ എന്നുള്ള ഒരു പേടി. രണ്ടാമത്തെ പേടി, പെട്രോളിന് വില കൂടുമോ എന്നുള്ള പേടി. നയാരയൊക്കെ ഓൾറെഡി 5 രൂപ വെച്ച് കൂട്ടിയിരുന്നു, അങ്ങനെ എന്തോ പറയുന്നത് കേട്ടു. ഞാൻ ഇന്നലെ നയാരി പോയപ്പോൾ 111 സംതിങ് ആയിട്ടുണ്ട് പെട്രോളിന്. അപ്പോൾ അങ്ങനെ ഒരു പേടിയുണ്ട്. മൂന്നാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രെഡിറ്റ് കൊടുക്കൽ നിർത്തി. HP, BP, നമ്മുടെ IOC, ഈ 3 പെട്രോൾ പമ്പുകാരും ഇപ്പോൾ പെട്രോൾ പമ്പ് ഓണേഴ്സിന് ക്രെഡിറ്റ് കൊടുക്കും. അതായത് പൈസ പിന്നെ ആദ്യം ലോൺ കൊടുത്തിട്ട് പിന്നെ പൈസ വാങ്ങാൻ പരിപാടി നിർത്തി. ഇപ്പോൾ അപ് ഫ്രണ്ട് പൈസ കൊടുത്താലേ നിങ്ങൾക്ക് സ്റ്റോക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് കാരണം പല പെട്രോൾ പമ്പ് അടച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള പെട്രോൾ പമ്പ് കാണുമ്പോൾ ഈ ലോണൊക്കെ എടുത്ത് പെട്രോൾ പമ്പ് നടത്തിക്കൊണ്ട് പോകുന്നവരൊക്കെ പൂട്ടി. അത് കാണുമ്പോൾ ആൾക്കാർ എന്ത് വിചാരിച്ചു, പണ്ടാരും ഇനി പെട്രോൾ കിട്ടാണ്ട് ഇത് അടച്ചു പൂട്ടിയതാണോ എന്നിട്ട് ഒരു പാനിക് ഉണ്ടായി എന്ന് ഒരു സൈഡ് പറയുന്നുണ്ട്. പിന്നെ വേറൊരു മെയിൻ കാര്യം, ബ്രെന്റ് ക്രൂഡിന് ഇന്ന് രാവിലെ നോക്കിയപ്പോൾ 115 മുട്ടി വില. അപ്പോൾ ഡിമാൻഡും ഹൈ ആണ്, പ്രൈസും ഹൈ ആണ്. അങ്ങനെയുള്ളൊരു പ്രശ്നം കൂടെ ഈ കമ്പനികൾക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ പൈസ കൊടുത്തവർക്ക് പോലും കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് കുറച്ച് പരാതികൾ വേറെയും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഈ പെട്രോളിൻ്റെ ഒരു പ്രശ്നം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്കുള്ളൊരു സമാധാനം എന്താ വെച്ച് കഴിഞ്ഞാൽ, സ്ട്രൈറ്റ് ഓഫ് ഹോർമസ് നമുക്ക് തുറന്ന് തന്നിട്ടുണ്ട് ഇറാൻകാർ. പക്ഷെ ഇവരുടെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല. ട്രംപ് പറയുന്നത് സീസ് ഫയർ ആണെന്നാണ് പറയുന്നത്. അവിടെ ആണെങ്കിൽ ബോംബാണ്. ഇന്നലെ ഏതോ ഈ ഇറാൻ്റെ സ്റ്റീലിൻ്റെ പ്ലാന്റിലൊക്കെ കൊണ്ട് ബോംബ് ഇട്ടിട്ടുണ്ട്.